അബൂ ഹനീഫ റഹിമഹുല്ല അദ്ദേഹം യുക്തിവാദികളുമായി ഡിബേറ്റ് നടത്തിയ ഒരു ചരിത്രം കേട്ട ആളുകളുണ്ടാകും, കേൾക്കാത്ത ആളുകളുണ്ടാകും. ഡിബേറ്റിന്റെ വേദി ഒരുങ്ങി ഷെയ്ഖ് എത്താതിരുന്നപ്പോൾ അവർ വിജയാഘോഷത്തോടു കൂടെ പിരിഞ്ഞു പോകാനിരിക്കുമ്പോൾ ഓടിക്കിതച്ചെത്തിയ ഷെയ്ഖ് അവരോട് പറഞ്ഞു, ഞാൻ പുഴയോരത്തെത്തിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു മരത്തടി വന്നിട്ട് ആ മരത്തടി ഒരു തോണിയായി മാറി. ആ തോണി തുഴയാൻ ഒരു പ്രത്യേകം പെട്ടെന്നൊരാൾ വന്നു. ആ ആള് എന്നെ വിളിച്ചതിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കി തന്നു. അയാളോട് എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവരെല്ലാവരോടും പൊട്ടിച്ചിരിച്ചു. ഒരു നദിയിലൂടെ ഒരു മരം ഇങ്ങനെ ഒഴുകി വന്ന് എന്നിട്ട് ആ മരത്തിൽ നിന്ന് ഒരു തോണി ഉണ്ടായി, അതിലൊരാൾ കയറി നിങ്ങളെ കൊണ്ടുവരെ. ഇതന്നെയാണ് മതത്തിൻ്റെ പ്രശ്നം. മതം വന്നാൽ പിന്നെ മനുഷ്യൻ്റെ മണ്ട ഓഫാകും എന്ന നിലക്കുള്ള, ബുദ്ധി ഓഫാകും എന്നുള്ള നിലക്കുള്ള ക്ലീശേ ഡയലോഗ്, ഇന്നും നടക്കുന്ന ക്ലീശേ ഡയലോഗിൻ്റെ വാക്കുകളിലെ വ്യത്യാസത്തോടു കൂടെ ഒരു സംസാരമാണ് നടന്നത്. ഉടനെ അദ്ദേഹം തിരിച്ച് ചോദിച്ച ചോദ്യമാണ്, ഒരു തോണി സ്വയംഭൂവായി ഉണ്ടാവില്ലെങ്കിൽ ഈ ആകാശവും ഭൂമിയും സർവവും സൃഷ്ടിച്ച് പരിപാലിക്കാൻ ഒരു സംരക്ഷകൻ വേണ്ട എന്ന നിങ്ങളുടെ വാദം പൊളിഞ്ഞില്ലേ? സംവാദം അതോടെ അവസാനിച്ചു. സംവാദത്തിൽ വിജയിച്ച് ശേഖ് തിരിച്ചു പോരും ചെയ്തു. യഥാർത്ഥത്തിൽ നമ്മളൊക്കെ അള്ളാഹ് എന്ന് വിശ്വസിക്കുകയും അല്ലെങ്കിൽ ചിലരെങ്കിലും ആ വിശ്വാസത്തിൽ ഒരു കോവർക്കറോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലെ ഒരു ടോക്കോ എവിടെയൊക്കെയോ മതം അങ്ങനെ തന്നെ, ആ ഭാഗത്ത് മതത്തിനൊരു പ്രശ്നമുണ്ട്, ഈ ഭാഗത്ത് മതത്തിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അങ്ങനെ അള്ളാഹു ചെയ്യേണ്ടതുണ്ടായിരുന്നോ പോലെയുള്ള ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് വരും. വളരെ കൃത്യമായി ഒരു ദൈവമുണ്ടെന്നത് കണ്ണിൽ കണ്ടതുപോലെ വിശ്വസിക്കാവുന്ന വിധം നമ്മുടെ പഠനങ്ങളിലൂടെ, അന്വേഷണങ്ങളിലൂടെ നമുക്ക് റബ്ബിലേക്ക് എത്തിച്ചേരാൻ പറ്റും. 3,33,00,000 ഭൂമികളുടെ ഭാരമുള്ള ഒരു ഭൂമിയുടെ അല്ല, 3,33,00,000 ഭൂമിയുടെ ഭാരമുള്ള സൂര്യൻ. ആ സൂര്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലുതാണ് ആ സൂര്യൻ. അതുപോലെ തന്നെ 13 ദശലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിപ്പമുള്ള സൂര്യൻ. ആ സൂര്യനെ മാത്രം എടുത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇവിടെ ഇരിക്കുന്ന 99% ആളുകൾക്കും അറിയുന്ന ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ആ വിഷയത്തെ വിശദമായി പറയുന്നതിന് പകരം റിമൈൻഡ് ചെയ്തു പോകാൻ വേണ്ടി. എന്താ അതിൻ്റെ ഇന്നുള്ള പൊസിഷൻ ഇത്തിരി താഴോട്ട് വന്നാൽ ഭൂമി ഒരിക്കലും വാസയോഗ്യമല്ലാത്ത, അത് കത്തിക്കരിഞ്ഞമരുന്ന ഒന്നായി മാറുമായിരുന്നു. അതല്ല, അതിത്തിരി മുകളിലേക്ക് പോയിരുന്നെങ്കിൽ ഭൂമി വീണ്ടും വാസയോഗ്യമല്ലാത്ത, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താമസയോഗ്യമല്ലാത്ത, ഉറഞ്ഞു പോയ ഒരു ഐസ് സംവിധാനമായി അത് മാറുമായിരുന്നു. ഖുർആൻ കൃത്യമായി പറഞ്ഞു, ഇന്ന കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. നാം എല്ലാം ഒരു കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാറ്റിനും കൃത്യമായ കണക്കുണ്ട്. 15 കോടി കിലോമീറ്റർ ദൂരം ഭൂമിയും സൂര്യനും ഇടയിലുണ്ട്. ആ കൃത്യമായ ദൂരം വ്യക്തമായി നിശ്ചയിക്കുന്നത് കേവലം ഒരു രാസപ്രവർത്തനം കൊണ്ടോ ഏതെങ്കിലും ഒരു പൊട്ടിത്തെറി കൊണ്ടോ ആണെന്ന് മനസ്സിലാക്കാൻ മനുഷ്യന്റെ തെളിഞ്ഞ ബുദ്ധിക്ക് ഒരിക്കലും കഴിയില്ല. അവിടെ കേവലം ഒരു രാസപ്രവർത്തനത്തിന്റെ അപ്പുറത്ത് ഒരു പെർഫെക്റ്റ് ക്രിയേറ്റർ, ഒരു പെർഫെക്റ്റ് കൺട്രോളർ, ഒരു പെർഫെക്റ്റ് ബാലൻസിങ് ഇതിനാവശ്യമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ റബ്ബ് അവൻ അക്ബർ തന്നെയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പള്ളിമിനാരങ്ങളുടെ വിളിയാളം കേൾക്കുമ്പോൾ മനസ്സിന് ഒരു ചെറിയ ഫീല് പോലും തോന്നാത്തവരാണ് കോടാനക്കോടി ആ വിളിക്കുത്തരം ചെയ്ത് സുജൂദിലേക്ക് വീഴുന്ന വിശ്വാസികൾ. അഥവാ വിശ്വാസത്തിന്റെ അകക്കാമ്പിനെയും വിശ്വാസത്തിന്റെ യഥാർത്ഥ ശക്തിയെയും ഹൃദയത്തിലേക്ക് എടുക്കാത്തവർ. നോക്കൂ നിങ്ങൾ, ഭൂമിയിലെ മനുഷ്യന്റെ പ്രകൃതിയിലെ ഓക്സിജന്റെ അളവ് 21%. അത് 30 ഉയർന്നിരുന്നുവെങ്കിൽ ഒരു കാട്ടുതീ പോലും നമുക്ക് അണക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ ഒരു കൃത്യമായ പെർഫെക്റ്റായ ഒരു ബാലൻസിങ് സംവിധാനം അത് നിർവഹിക്കുന്ന ഒരു ശക്തി ഉണ്ട് എന്നത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അല്ലാഹു അക്ബറിന്റെ അർത്ഥമാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അവൻ അക്ബർ തന്നെയാണ്. അല്ലാഹു അക്ബർ ആണെന്നത് ഇങ്ങനെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടൊരു വ്യക്തിക്ക് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നത് കേവലം കാലിഗ്രാഫിയിൽ എഴുതി വെക്കാനുള്ള, കാറിൽ തൂക്കിയിടാനുള്ള, ചുമരിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെക്കാനുള്ള ഒരു വാചകമാകില്ല. അവന്റെ അരയിൽ ഏലസ് ഉണ്ടാകില്ല, അവന്റെ കയ്യിൽ ഏലസ് ഉണ്ടാകില്ല, അവൻ മുട്ടയിൽ വരക്കില്ല, അവൻ മാന്ത്രിക കളങ്ങളിലേക്ക് പോകില്ല.
അവനെ സംബന്ധിച്ചിടത്തോളം അക്ബറായ, ഉന്നതനായ, ഏറ്റവും ശക്തനായ, പ്രതാപിയായ റബ്ബ് എനിക്ക് അവൻ മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക് തീർച്ചയായും അവനെത്തും. വമാ ബിക്കും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്. നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ ആ അനുഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു നിങ്ങൾക്ക് തന്നതാണ്. നമുക്കൊരു റിസ്ക്കും ഇല്ല. നമ്മൾ ജീവിക്കുന്നു, സഞ്ചരിക്കുന്നു, വരുന്നു, പോകുന്നു. ഒരിത്തിരി തണുപ്പ് കൂടുമ്പോൾ പ്രശ്നമാണ് അല്ലേ? ഇത് ഈ ഇടക്കാലത്ത് ഒരു ഉംറക്ക് പോയപ്പോൾ ത്വായിഫിൽ നിന്ന് ഇഹ്റാം കെട്ടാൻ വേണ്ടി പോയി. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് 3 ഡിഗ്രി സെൽഷ്യസ് തണുപ്പുള്ളൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് ഒതു കൊടുക്കുന്ന ഒരു അവസ്ഥ. രാത്രി 12 മണിക്ക് ഒതു കൊടുക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ചു നിങ്ങൾ. കാറ് കയറി ഉടനെ ഈ തണുപ്പുള്ള കാലത്ത് ചെയ്യുന്ന ഇബാദത്തിന്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് സെർച്ച് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് ഖുത്തുബകളൊക്കെ ഉണ്ട്. പിന്നെ ശേഖന്മാരുടെ ഒരുപാട് ഖുത്തുബകളൊക്കെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈവശം വെക്കുന്ന ശ്വാസവായു പോലും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ, നമ്മൾ ഏതെങ്കിലും സ്വിച്ച് ഇട്ടിട്ടോ ഓണാക്കിയിട്ടോ അല്ല ശ്വസിക്കുന്ന വായു. അത് കൊണ്ട് നടക്കുന്ന ആ റബ്ബിനെ അറിയുകയും അവനെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ബോധ്യമുണ്ടാകും. ഇത്രയും ഏരിയയിൽ ഒരുപാട് ആളുകൾ എന്നോട് യോജിക്കും. നല്ല പോയിന്റ്സ് ആണ് നിങ്ങൾ പറഞ്ഞത്, വളരെ കൃത്യമായിരുന്നു അത് എന്നൊക്കെ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ട് കേൾക്കണമല്ലോ പറയും. പക്ഷേ ഈ സൂര്യനെ 15 കോടി കിലോമീറ്റർ വ്യത്യാസത്തിൽ നിശ്ചയിച്ച 3,33,000, ഞാൻ നേരത്തെ 3 കോടി എന്ന് പറഞ്ഞു തോന്നുന്നുണ്ട്, അഫ്വാൻ, 3,33,000 ഭൂമിയുടെ ഭാരമുള്ള സൂര്യനെ സൃഷ്ടിച്ച 13 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാവുന്ന വലിപ്പമുള്ള സൂര്യനെ സൃഷ്ടിച്ച ആ സൃഷ്ടാവാരാണ്? അതിൻ്റെ പൂജാമുറിയിലെ വിഗ്രഹമാണോ? ചില്ലിലടക്കപ്പെട്ട വിഗ്രഹങ്ങളാണോ? അല്ലെങ്കിൽ മാന്ത്രിക കളങ്ങളിലെ ശക്തിയാണോ? അല്ലെങ്കിൽ കന്നിമൂലയിൽ ഉണ്ടെന്ന് വിചാരിക്കപ്പെടുന്ന വ്യക്തികളാണോ? അതല്ലെങ്കിൽ ദർഗകളിൽ, മഖാമുകളിൽ, പുണ്യസ്ഥാനങ്ങളിൽ, പുണ്യകേന്ദ്രങ്ങളിൽ പുണ്യാത്മാക്കളായി വിലയിരുത്തപ്പെടുന്നവരാണോ? ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇത്തിരി ധൈര്യം വേണം. ആണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ മനസ്സെത്തുന്ന ഏറ്റവും ശാന്തമായ, ഏറ്റവും ആശ്വാസമുള്ളൊരിടമുണ്ട്. ആകാശത്ത് ബോംബർ വിമാനങ്ങൾ പറക്കുമ്പോഴും, സ്വന്തം മാതാവിനെ ബലാത്സംഗം ചെയ്ത് കൊന്നത് കാണുമ്പോഴും, സ്വന്തം പിതാവിനെയും സഹോദരനെയും ഒക്കെ പോയിന്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ച് താഴെയിട്ട് കുഴിമാടങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുമ്പോഴും ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, എനിക്ക് എന്റെ റബ്ബ് മതി എന്ന് പറയുന്ന 5 വയസ്സുകാരെയും 6 വയസ്സുകാരെയും നമ്മൾ ഫലസ്തീനിന്റെ മണ്ണിൽ കാണുമ്പോൾ, അവര് തൊട്ടിലാടുന്ന പ്രായം മുതൽ ഒരുപക്ഷെ ചില രക്ഷിതാക്കളെങ്കിലും പഠിപ്പിച്ചു കൊടുത്ത ആ വലിയ നന്മയാണ് അവരെ അത്തരം ഒരു പ്രചോദനത്തിൽ നിലനിർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഖുർആന്റെ ഭാഷയിൽ നിങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ദൈവം ഇങ്ങനെയൊന്നുമില്ല. മനുഷ്യന്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട് മനുഷ്യന് രൂപം കൊടുത്ത് മനുഷ്യന് കോലം കൊടുത്ത് ഇതാണ് ഞാൻ എന്ന് പറയുന്ന ദൈവമല്ല. മറിച്ച് മൂസ അലൈഹിസ്സലാമയും ഏകഛത്രാധിപതിയായ ഫിർഔനും തമ്മിൽ അവന്റെ കൊട്ടാരത്തിൽ നടന്ന ആ ഒരു സംവാദത്തിൽ ഒരു മാസ്റ്റർ ക്വസ്റ്റ്യൻ ചോദിച്ചു. ആര്? ഫിർഔൻ ചോദിച്ചു, ഹമാ റബ്ബുക്കുമായ മൂസ, ആരാണ് മൂസ നിങ്ങളുടെ റബ്ബ് എന്ന്. ഒറ്റവാക്കിലല്ല മറുപടി ഒറ്റ വാക്കിലല്ല, കൃത്യമായ മറുപടി. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, സർവ്വതിനെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിന് സഞ്ചരിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് റബ്ബ്. എല്ലാറ്റിനെയും സൃഷ്ടിച്ചു. കോഴിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് വന്ന് ആ കോഴി അമ്മയുടെ ചിറകിനുള്ളിൽ ഇങ്ങനെ പരുന്തിനെ കാണുമ്പോൾ അവിടെ പോയി ഇരിക്കണം എന്നതിന് പറഞ്ഞു കൊടുത്ത റബ്ബ്. അല്ലെങ്കിൽ പശുക്കുട്ടിക്ക്, മനുഷ്യന്, സർവ്വതിനും, സർവ്വപുഴുക്കൾക്കും സർവ്വതിനും വഴി കാണിച്ച റബ്ബ്. പ്യൂപ്പയിൽ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് അവസാനം സമയമാകുമ്പോൾ പൂമ്പാറ്റയായി പ്രത്യക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്ന ആ വർണ്ണശബളമായ ആ ഭംഗിയുള്ള പൂമ്പാറ്റയെ കണ്ട് വാട്ട് എ വണ്ടർഫുൾ, അമേസിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതിൻ്റെയും മുമ്പ് ഒരു അമേസിംഗ് ഉണ്ട്. എന്താ? ആ പ്യൂപ്പ ഇങ്ങനെ ഒന്ന് നെക്കിപ്പിഞ്ഞ് ഒന്നിങ്ങനെ ആക്കിയാൽ ഒരു പച്ചവെള്ളം വരും. അതിനെ കേവലം അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് സമ്പൂർണതയിലേക്ക് എത്തിച്ച ആ റബ്ബിനോടാണ് ജീവിത വ്യഥകൾ പറയേണ്ടത്, സങ്കടങ്ങൾ പറയേണ്ടത്, സന്തോഷങ്ങളിൽ അവനാണ് നന്ദി കാണിക്കേണ്ടത്. ഖുർആന്റെ 50-ാമത്തെ അധ്യായം സൂറത്ത് ഖാഫിന്റെ 16-ാമത്തെ വചനം വളരെ മനോഹരമായൊരു വചനാണ്. വലിയൊരു ഔഷധമാണ്, ആശ്വാസമാണ്. നമുക്ക് പിന്നീട് കന്നിമൂലകളെ ഭയമുണ്ടാകില്ല. നമുക്ക് പിന്നീട് മുന്നിലൂടെ കടന്നു പോകുന്ന പൂച്ചയെ പേടിക്കേണ്ടി വരില്ല. നമുക്ക് പിന്നീട് ശംഖുകളെ ഭയപ്പെടേണ്ടി വരില്ല. നമുക്ക് പിന്നീട് പുണ്യതീർത്ഥങ്ങൾ തേടി ജീവിതം ഇങ്ങനെ അലയേണ്ടി വരില്ല. എന്താ? വലഖദ് ഖലഖ്നൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു
വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. നമ്മൾ മാരകമായ പരിക്ക് പറ്റി നമ്മുടെ കുട്ടി ഹോസ്പിറ്റലൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അവൻ്റെ ജീവിതം തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്ന് ശങ്കിച്ച് നിൽക്കുന്ന 12 മണിക്കൂർ കഴിഞ്ഞിട്ട് പറയാമെന്ന് ഡോക്ടർ പറഞ്ഞ സമയത്ത് നമ്മുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് വന്ന് ഇങ്ങനെ ഈ വാരിയെല്ലിൻ്റെ ഇതിലെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, ഇല്ലടാ ഒരു കുഴപ്പമുണ്ടാവില്ല, നീ പേടിക്കണ്ട, നിന്റെ കയ്യിലുള്ളത് വിറ്റ് തീർന്നാൽ എൻ്റെത് വിൽക്കും, നമ്മളെ മോനെ നമ്മൾ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോകും, നീ പേടിക്കണ്ട എന്ന് പറയുമ്പോൾ നമുക്കൊരാശ്വാസം തോന്നും. ജീവിതത്തിൽ പിന്നെ ഏതൊക്കെ ഘട്ടം വരുമ്പോഴും ആ മനുഷ്യനെ നമ്മൾ ഓർക്കും. എങ്കിൽ അതിലേറെ മനോഹരമായി പറയാണ് അല്ലേ, പിതാവിൻ്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജബിന്ദുക്കളിൽ നിന്ന് ഒന്ന് മാതാവിൻ്റെ പിന്നെ അണ്ഡവുമായി കൂടിച്ചേർന്ന അണ്ഡവാഹിനിക്കുള്ളിലെ ഇന്ദ്രിയ ബിന്ദുവായി ജനിപ്പിച്ച ജീവിപ്പിച്ച പുറത്തേക്ക് കൊണ്ടുവന്ന ആ റബ്ബ് പറയാണ്, വലഖദ് ഖലഖനൽ ഇൻസാൻ, നാമാണ് മനുഷ്യനെ പടച്ചത്, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാ ചിന്തകളെയും എനിക്കറിയാം, വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, അവന്റെ കണ്ടനാടിയോളം ഞാൻ സമീപസ്ഥനായിട്ടുണ്ട്. ഈ ആയത്ത് പലപ്പോഴും ദീർഘകാലം ഞാൻ ഖുതുബ പറഞ്ഞ ഒരു സ്ഥലത്ത് ഖുതുബ ഇങ്ങനെ നടക്കുമ്പോൾ ഓതുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ ഇരുന്ന് കരയും. ഈ ആയത്ത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരായത്താണത്. നമുക്കെന്തോ ഒരു പുതിയ ശക്തി തരുന്ന ഒരായത്താണ്. എന്തുണ്ടെങ്കിലും പടച്ചവനറിയാം. ഏത് എനിക്ക് വരാനിരിക്കുന്ന ഇതിലെ മാക്സിമം അപകടം, എനിക്ക് വരാനിരിക്കുന്ന ഇതിലെ മാക്സിമം കാര്യങ്ങൾ ഒക്കെ എൻ്റെ റബ്ബിനറിയാം. അവൻ ഇതൊക്കെ പരിപാലിക്കുന്നവനാണ് അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ ആയിഷ ബീവിയും പ്രവാചകൻ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്നല്ലോ. എന്നിട്ട് ഭക്ഷണം ചോദിച്ചു. തൻ്റെ കുഞ്ഞിനുള്ള ഭക്ഷണം ചോദിച്ചപ്പോൾ വീട് മുഴുവൻ തപ്പിയപ്പോൾ അറേ ജസീറത്തുൽ അറബിന്റെ ഭരണാധികാരി, വികസിക്കുന്ന മഹാരാഷ്ട്രത്തിന്റെ അധിപൻ, വിശ്വാസികളുടെ പ്രവാചകൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു ചോള കാരക്കയെ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ആ കാരക്ക ചമച്ച് ഇറക്കി ആ കുഞ്ഞ് അത് കഴിച്ച് അതിന്റെ ഉമ്മ പോകുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിന് അതിന്റെ ഉമ്മ പട്ടിണി കാരണം എവിടെയെങ്കിലും ഉപേക്ഷിക്കുമോ? അതിന് അള്ളാഹുവിന്റെ റസൂലിന്റെ പത്നി നമ്മുടെ ഉമ്മ കൊടുക്കണ ഉത്തരം, ഒരിക്കലും നബിയെ, ഒരു ഉമ്മ അത് ചെയ്യില്ല. എങ്കിൽ ആ കുഞ്ഞിന് ആ ഉമ്മയോടുള്ള സ്നേഹത്തെക്കാളും വലിയ സ്നേഹം ആർക്കുണ്ട്? അള്ളാഹുവിന് അടിമയോടുണ്ട് എന്നാണ്. അപ്പോൾ ഈ മനുഷ്യന്റെ ഈ കണ്ണീര് കണ്ടപ്പോൾ, പലതവണ കണ്ടപ്പോൾ ഞാനൊരിക്കൽ ചായ കുടിച്ച അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ആയത്ത് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പം അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ, 3-4 സഹോദരങ്ങളുണ്ട് ഞങ്ങൾ. എല്ലാവർക്കും പിന്നെ പെൺകുട്ടികളാണ്. പൊതുവേ കുടുംബത്തിൽ ആൺകുട്ടികൾ കുറവാണ്. മൂത്തത് എൻ്റെ മോളാ. എല്ലാവരും കല്യാണത്തിൻ്റെ മൈലാഞ്ചിടലും കാര്യങ്ങളൊക്കെ ചെയ്യലൊക്കെ അവളാ. അവസാനം അവളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവളെക്കാളും ഇളയ ആളുകളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു പോയി. അവളത് കഴിഞ്ഞിട്ടില്ല. ഒക്കെ കഴിഞ്ഞ് അവൾ പിന്നെ റൂമിൽ കുറച്ചേരി ഇരിക്കും. എന്നെ ഭയങ്കരമായി പിന്തുണക്കും അവൾ. ആ സമയം അവൾക്ക് അറിയായിരിക്കും മൗലവി അല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര ആശ്വാസമാണ്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, എൻ്റെ ഉള്ളിലുള്ള എല്ലാ വിഷമം പടച്ചോനറിയാലോ. അപ്പോൾ 16-കാരിയുടെ കല്യാണം നടക്കുന്ന സദസ്സിൽ 40-കാരി ഉണ്ടായിരിക്കെ ആ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ആ ബിരിയാണിയുടെ രുചി വേറെ തന്നെയാണ്. അത് റബ്ബിനറിയാം. ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചു, കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. ആ നൊമ്പരങ്ങൾ റബ്ബിനറിയാമെന്നാണ്. മാത്രമല്ല, നിങ്ങൾ നോക്ക്, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ഒരാൾ അള്ളാഹുവിനെ തവക്കലാക്കിയാൽ അല്ലാഹ് മതി എന്നാണ്. ഒരു സുഹൃത്ത് ഇവിടെ ഇരിക്കണ എൻ്റെ ഒരു സഹോദരൻ കാഴ്ച പരിമിതനായ മറ്റൊരു സുഹൃത്തിൻ്റെ നമ്പർ എനിക്ക് തന്നു. നിങ്ങളെ ഖുതുബ കേൾക്കുന്ന ആളാണ്, നിങ്ങളെ വിളിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. അദ്ദേഹത്തിൻ്റെ കാഴ്ച പെട്ടെന്നൊരു ദിവസം പോയതാണ്. അതേ രോഗം അദ്ദേഹത്തിൻ്റെ മക്കൾക്കുമുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അവരുടെ കാഴ്ചയും മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ഇടയ്ക്കിടപെട്ടിട്ട് ചോദിച്ചു, അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയത്? എന്തിനു തോന്നണം മൗലവി? വമൻ യതവക്കൽ അലല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ഏൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബു, അവൻ അല്ലാഹു മതി എന്നല്ലേ. ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹു മതി, അല്ലാഹ് നോക്കിക്കോളും. ഈ ചിന്തയിലേക്ക് എത്തിയ പ്രിയപ്പെട്ടവരെ, പിന്നെ ആരും നമുക്ക് വേണ്ട. ഒരു ജാറും വേണ്ട, ഒരു ശൈഖും വേണ്ട, ഒരു ചില്ലിലടച്ച ദൈവവും വേണ്ട, ഒരു പൂജാ വിഗ്രഹവും വേണ്ട. സൃഷ്ടാവായ ആകാശത്തെ, ഭൂമിയെ, മനുഷ്യനെ, മണ്ണിനെ, മലയെ, കടലിനെ, കാടിനെ, സർവ്വതിനെയും പടച്ച ആ സൃഷ്ടാവിനെ മാത്രം മതിയാകും നമുക്ക്. നോക്കൂ നിങ്ങൾ, മഹദിയായ ഹാജറ ബീവിന്റെ ചരിത്രം ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. ഇരുട്ടിൽ ഇങ്ങനെ സഫക്കും മലക്കും ഇടയിൽ
കൂർത്തുമൂർത്ത കല്ലുകൾക്കിടയിൽ വയോധികയായ ഒരു സ്ത്രീ മരിക്കാനിരിക്കുന്ന തന്റെ കുഞ്ഞിന് വേണ്ടി വെള്ളം ചോദിച്ചിങ്ങനെ ഓടുകയാണ്. അവരിങ്ങനെ ഓടുകയാണ്. സഹായികളുണ്ടോ? വെള്ളമുണ്ടോ? ആരും കേൾക്കാത്ത, ആരും കേൾക്കാനില്ലാത്ത വനരോധനം പോലെ മരുഭൂമിയിൽ പരന്നൊഴുകുന്ന ആ ശബ്ദം. അവിടെ ഒരിക്കലും ജീവിച്ചിരിക്കുന്ന തന്റെ ഭർത്താവായി ഇബ്രാഹിം ഉണ്ട് എന്ന് ചിന്തിച്ചില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ സർവം കാണുമെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുള്ള, മാതാപിതാക്കളുള്ള, ബന്ധുക്കളുള്ള, നാട്ടുകാരുള്ള ഇടത്തിൽ ഞാൻ നമ്മളോട് ചോദിക്ക എന്ത്? അവരങ്ങനെ ചിന്തിച്ചില്ല. അവര് ചിന്തിച്ചില്ല. മഖാമു ഇബ്രാഹിമിൽ പ്രവാചകൻ ചെന്നപ്പോ യാ ഇബ്രാഹിം എന്ന് വിളിക്കാതിരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി ഓർക്കണം, ശരിയായ തവക്കുലുണ്ടെങ്കിൽ ധൈര്യം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. നമ്മുടെ അൽഗോരിതം, മാസ്റ്റർ അൽഗോരിതം തൗഹീദാണെങ്കിൽ, അത് കൃത്യമായ അറിവുണ്ടെങ്കിൽ, അതിൽ പിഴവുകളില്ലെങ്കിൽ നമ്മൾ സുരക്ഷിതരായിരിക്കും. നോക്കൂ നിങ്ങൾ, അബൂ ത്വൽഹത്തുൽ അൻസാരി വീട്ടിൽ നിന്ന് പോകുമ്പോൾ കുട്ടി രോഗിയാണ്. ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ചോദിച്ചു, എന്താ അവസ്ഥ? അവൻ മുമ്പുള്ളതിലേറെ വളരെ ശാന്തനാണ്. ഹുവ അസ്കനുമാക്കാൻ എന്നായിരുന്നു ഭാര്യന്റെ ഉത്തരം. ഭക്ഷണമൊക്കെ കൊടുത്ത് അവർ തമ്മിലുള്ള ശാരീരിക ബന്ധം കഴിഞ്ഞതിന് ശേഷം ആ സ്ത്രീ ചോദിക്കുകയാണ്, ഭർത്താവ് വരുമ്പോൾ ഒരു ഭാര്യ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന പാഠം കൂടി ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു ഭാര്യയോട് ഭർത്താവ് ആകണമെന്ന പാഠം കൂടി കിട്ടുന്നുണ്ട്. സെഷൻ നമ്മൾ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഭാര്യ ചോദിച്ചു, അവർ തമ്മിലുള്ള ഇന്റർകോഴ്സസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ്, അല്ല അബൂ ത്വൽഹ, അള്ളാഹു നമുക്ക് തന്ന എന്തെങ്കിലും അയൽക്കാരനിൽ നമ്മൾ വാങ്ങിയ എന്തെങ്കിലും സംഗതി ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ തിരിച്ചു കൊടുക്കണ്ടേ? അതേ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എങ്കിൽ അള്ളാഹു തന്ന ആ കുഞ്ഞിനെ അള്ളാഹ് തിരിച്ചെടുത്തിട്ടുണ്ട്. ബെഡിൽ നിന്ന് ചാടി എണീറ്റു. നീ എന്താണ് ഈ കാണിച്ചത്? എൻ്റെ മകന്റെ മരണവാർത്ത എന്തേ അറിയിക്കാതിരുന്നത് എന്ന് അദ്ദേഹം അവരോട് രൂക്ഷമായി ചോദിച്ചു. പ്രശ്നപരിഹാരത്തിന്റെ ഇടം പ്രവാചക സവിധമാണ്. അവിടെ ചെന്നു പരാതി ബോധിപ്പിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നത്തെ രാവിലെ നിങ്ങളുടെ ശാരീരിക ബന്ധത്തിൽ നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. 9 മക്കളെയാണ് അബൂ ത്വൽഹക്ക് കൊടുത്തത്. ഹാഫിളീങ്ങളായ 9 മക്കളെയാണ് അബൂ ത്വൽഹത്തുൽ അൻസാരിക്ക് കിട്ടിയത്. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ ശരിയായ തവക്കുൽ ശീലിക്കാൻ നമുക്ക് പറ്റണം. ജോലിയിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമോ? എനിക്ക് എൻ്റെ ജോലിയുടെ സാധ്യത ഇല്ലാതാകുമോ? എന്തെല്ലാം ഇമോഷണൽ ബാഗേജുകൾ തലയിൽ വെച്ചിട്ടാണ് പ്രിയപ്പെട്ടവരെ ജീവിക്കുന്നത്. ഇത്തരം ഇമോഷണൽ ബാഗേജുകളെ മുഴുവൻ എടുത്തെറിയാൻ നമുക്ക് കഴിയണം. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഒരു ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിക്കണേ. മരണത്തിൽ നിന്ന്, വെന്റിലേറ്ററിൻ്റെ അരികിൽ നിന്ന് അവരിങ്ങനെ ജീവിതത്തിലേക്ക് കയറി വരുമ്പോൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കായിരുന്നു. തവക്കുലായിരുന്നു അവിടെ ഉണ്ടായത്. 100% തവക്കുല്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തവക്കുലിനെ സ്വീകരിക്കായിരുന്നു. അള്ളാഹുവിലേക്ക് ഉയർത്തിയ കൈ ലയറുദ്ദുഹു മസിഫ്ര, അള്ളാഹു അത് പൂജ്യമാക്കി മടക്കുകയില്ല എന്നാണ്. പക്ഷേ നമ്മളെ ചിന്ത ശരിയാകണം. എന്താ? അന ഇൻദ ളന്ന അബ്ദി, എൻ്റെ അടിമ വിചാരിക്കണ പോലെ ആയിരിക്കും. ഞാനൊന്നും ചോദിച്ചിട്ട് കിട്ടൂല. നബിമാരൊക്കെ ചോദിച്ചാലേ കിട്ടുള്ളൂ അല്ലേ? ചില ആൾക്കാർ ഞാനൊന്നും ചോദിച്ചാൽ കിട്ടൂല. നോക്കൂ നിങ്ങൾ, റബ്ബി ഇന്നി മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബ് അലൈഹിസ്സലാമക്ക് ദുർറ് ബാധിച്ചു, പിശാച് ബാധിച്ചു. 2 പ്രയോഗം ഖുർആൻ നടത്തി. ഈ അയ്യൂബ് അലൈഹിസ്സലാമക്ക് മൊത്തം മക്കളെ 10-11 മക്കളെ നഷ്ടപ്പെട്ടു, സമ്പത്ത് നഷ്ടപ്പെട്ടു, ഒക്കെ നഷ്ടപ്പെട്ടു. ഒരു മോന്റെ മയ്യത്ത് മറവ് ചെയ്ത് വരുമ്പോഴേക്ക് അടുത്ത മോന് രോഗി. എന്നാലോചിച്ച് നോക്ക് നിങ്ങളുടെ അവസ്ഥ. അപ്പോഴും അൻത അർഹമുർ റഹീമീൻ, നീ റഹ്മാനായ റബ്ബാണെന്നാ പറഞ്ഞത്. നമ്മളോ ഏതോ കോടിക്കണക്കിന് കിലോമീറ്ററുള്ള ഭൂമിയിലെ ഒരു രാജ്യത്തെ, ഒരു സംസ്ഥാനത്തെ, ഒരു ജില്ലയിലെ വയനാട്ടിലെ ചൂരൽമലയിൽ കുറച്ചിങ്ങോട്ട് ഒഴുകി വരുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു. ഒരു മാനിങ്ങനെ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഒരു പുലി വന്ന് അതിനങ്ങോട്ട് ഓടിച്ചു. അപ്പോഴാണ് അവിടുന്ന് ഒരു മുതൽ അങ്ങോട്ട് ബാക്കിലേക്ക് പോണത്. അപ്പം ഈ പുലി ഓടിക്കുമ്പോൾ മാൻ വിചാരിച്ചെന്താ, ഇതെന്ത് പഠിച്ചവനാണ്, പുലിനെ കൊണ്ട് എന്നെ പിടിപ്പിക്കുകയാണല്ലോ. സത്യത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ആ മുതലതിനെ പിടിക്കാനിരുന്നതാണ്. ഇതേപോലെയാണ് നമുക്കുള്ള വിധി. എനിക്കെന്തിനെ ക്യാൻസർ വന്നു? കാരണം അല്പം നമുക്കറിയില്ല. ഒരു വിശ്വാസി വിചാരിക്കേണ്ട എന്താ, ഞാൻ ഇബാദത്ത് ചെയ്ത് അത്ര ഉയരത്തിലെത്താത്തത് കൊണ്ട് എൻ്റെ പടച്ചോൻ എന്നോട് ചെയ്തതാണിത് എന്നാണ്. അതുകൊണ്ട് ശിർക്കുള്ള ജീവിതം അള്ളാഹു ഒരിക്കലും സ്വീകരിക്കൂല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയോട് പറയുന്നുണ്ട്, എന്താ ഇബ്രാഹിം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കൂല എന്നല്ല, പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹ് പറയണ എന്താ അറിയോ? ഇബ്രാഹിം നിന്റെ കാലിൻ്റെ താഴേക്ക് നോക്ക്. അപ്പോഴോ ഒരു നികൃഷ്ട ജീവിയായി അദ്ദേഹത്തിൻ്റെ പിതാവ് നരകത്തിലേക്ക് മറിയുന്നത് കണ്ടു എന്നാ. ഇനി ആരെ നമ്മളെ സഹായിക്കുക? അപ്പം നമ്മളെ മാതാപിതാക്കൾ, ഒരുപക്ഷെ നമ്മൾ തന്നെയും. ചില ആളുകൾ പറയും,
ഈ SIR-ന്റെ കാലത്ത് ഇതൊക്കെ ആവശ്യമുണ്ടോ? എല്ലാ പ്രതിസന്ധികളുടെയും കാലത്ത് ഈ വിഷയം പ്രതിസന്ധിയായി വന്നിട്ടുണ്ട്. അമ്പിയാക്കളെ രണ്ടായി പിളർത്തിയിട്ടുണ്ട്, അവരെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഹിജറ ഉണ്ടാകാതിരുന്നിട്ടില്ല, അവർ വിഷയം നിർത്തിയിട്ടില്ല. ഈ വിഷയം പറഞ്ഞാൽ വോട്ട് ചിഹ്ന പിന്നാകൂല, SIR-ൽ ഒരു പ്രശ്നവും വരൂല. മറിച്ച് മുക്കിന് ഓരോ സംഘടനയും സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിച്ച തിരുവനന്തപുരം മോഡലും ബീഹാർ മോഡലൊക്കെ സംഭവിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ മർമ്മത്തിൽ നിന്ന് ചർച്ച പോകാതെ നോക്കാൻ നമുക്ക് പറ്റണം. ഇസ്തിഗ്ഫാർ നമ്മൾ ശീലമാക്കണം. അപ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ശിർക്ക് സംഭവിച്ചെങ്കിൽ ഇസ്തിഗ്ഫാർ ഇല്ലാതെ പൊറുക്കപ്പെടുകയില്ല സുഹൃത്തുക്കളെ. അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കുക. 24 മണിക്കൂറും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പീസ് റേഡിയോ വിവിധങ്ങളായ കോഴ്സുകളിലൂടെ അത് മുന്നോട്ട് പോവുകയാണ്. ഖുർആൻ പഠിക്കാൻ 500 ഉണ്ട്, ഫിഖ് പഠിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലൈഫ് കോഴ്സുണ്ട്, അറബി ഭാഷാ പഠനം നടന്നു വരുന്നുണ്ട്, അതിൻ്റെ എക്സ്പീരിയൻസ് സെൻറ്റർ പുറത്തുണ്ട്. നിങ്ങൾ ഇറങ്ങി അവിടെ പോയി പരിചയപ്പെട്ട് കാര്യങ്ങൾ എടുക്കുക. ജമീൽ നമ്മളോടൊപ്പമുണ്ട്, അതേപോലെ ഗ്ലോബൽ TV ഉണ്ട്, അതേപോലെ പിന്നെ എന്താ പറയുക വിസ്റ്റം മീഡിയ ഉണ്ട്, നമ്മുടെ വാട്സാപ്പ് ചാനൽ ദ ലൈറ്റ് ഗ്രൂപ്പ്, എല്ലാതും ഏറ്റവും പ്രസക്തമായ മെസ്സേജുകളുമായി എത്തുന്ന ദ ലൈറ്റ് ഗ്രൂപ്പ് ഉണ്ട്. നമ്മുടെ വിചാരണ ഗൗരവമുള്ളതായിരിക്കും എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട്, എന്നോട് ഓർമ്മിപ്പിച്ചുകൊണ്ട്, എല്ലാവരോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.